Our character is more important than our talent. നമ്മുടെ കഴിവിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ സ്വഭാവം. സ്വതസിദ്ധമായ ഒട്ടനവധി കഴിവുകൾ ഉള്ളവരും ആ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള പ്രതിഭകളുമായിരിക്കാം നമ്മിൽ പലരും. എന്നാൽ നമ്മിലെ കഴിവുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മിലെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിലുപരി നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് വളർത്തിയെടുക്കുന്നതാണ് സർവപ്രധാനം. സ്വഭാവ രൂപീകരണം ക്രിസ്തീയ വളർച്ചയുടെ അടിസ്ഥാന തത്വമാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പ്രതിഭയുള്ള ആളുകൾ ചിലപ്പോൾ കുറുക്കു വഴികൾ സ്വീകരിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു, എന്നാൽ സ്വഭാവം അതിനെ തടയുന്നു. പ്രതിഭയുള്ള ആളുകൾക്ക് ഉന്നത ഭാവം തോന്നുകയും ഉയർന്ന പദവികൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ തങ്ങളെ തന്നെ നന്നായി അറിയാൻ സ്വഭാവം അവരെ സഹായിക്കുന്നു. പ്രതിഭയുള്ള ആളുകൾ ലോകത്തിനൊരു സമ്മാനമാണ്, എന്നാൽ സ്വഭാവം ആ സമ്മാനത്തെ സംരക്ഷിക്കുന്നു. If we think we are less talented than others, think that God looks at the heart. മറ്റുള്ളവരെക്കാൾ നമുക്ക് കഴിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്ന് ചിന്തിക്കുക. Character matters more than talent. കഴിവിനേക്കാൾ സ്വഭാവമാണ് സുപ്രധാന കാര്യം. സ്വഭാവം വികസിച്ചു എന്നതിൻ്റെ തെളിവാണ് ലീഡിങ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക എന്നത്. അതിൻ്റെ അനന്തരഫലമാണ് സെൽഫ് ഡിസിപ്ലിൻ, സ്വയ അച്ചടക്കം. സ്വയ അച്ചടക്കമില്ലാത്ത ജീവിതം സ്വഭാവ വികാസമില്ലാത്ത ജീവിതം അത്രേ. ലളിതമായി പറഞ്ഞാൽ, സ്വയം അച്ചടക്കത്തോടെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സ്വഭാവം ശരിയല്ല എന്ന് സാരം. നാം ക്രിസ്തുവിനായി പാടുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ, ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ, അങ്ങനെ നമ്മിലെ താലന്തുകളെ വ്യാപാരം ചെയ്യുമ്പോൾ നാം ഉയർത്തേണ്ടത് ക്രിസ്തുവിനെ മാത്രമായിരിക്കണം. മഹത്വപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ നാമം മാത്രമായിരിക്കണം. നമുക്ക് ദൈവിക സ്വഭാവമുള്ളവരായിരിക്കാം. നമ്മിലെ ആ ദിവ്യമായ സ്വഭാവം നമ്മുടെ മക്കൾ കാണട്ടെ. അവരെയും നല്ല സ്വഭാവമുള്ളവരായി വാർത്തെടുക്കാം. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് സ്വാധീനിക്കാം. Character begins at home but never ends there. സ്വഭാവം വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നു, പക്ഷെ ഒരിക്കലും അതവിടെ അവസാനിക്കുന്നില്ല. Have a blessed day.